2025 തുടങ്ങിയപ്പോൾ തന്നെ ഞാനും അബിയും കൂടി പോയിട്ട് വായിക്കാൻ നമ്മുടെ കളക്ഷനിലേക്ക് കുറച്ച് പുസ്തകങ്ങൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് രണ്ടാളും ഇതും കൂടിയായിട്ടുള്ള ടേസ്റ്റിൽ വരുന്നതാണ്. ആദ്യം തന്നെ പൊന്നിയൻ ശെൽവൻ എഴുതിയിട്ടുള്ള കൽക്കിയുടെ പാർത്ഥിപൻ കനവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം ആബി സജസ്റ്റ് ചെയ്തിട്ട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഈ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ, ഇതൊക്കെ ആബിയുടെ ഒരു താല്പര്യത്തിൽ വരുന്നതാണ്. ഇത് ഞങ്ങൾ രണ്ടാളുടെയും താല്പര്യത്തിൽ വരുന്ന പുസ്തകമാണ്. മൃദുൽ വിയമിന്റെ കുളെ, അതുപോലെ ജിൻഷ ഗംഗയുടെ ഒട, ഇവരുടെ രണ്ടുപേരുടെയും ആദ്യ ചെറുകഥാ സമാഹാരമാണ് ഈ രണ്ട് പുസ്തകങ്ങൾ. ഇത് ഞങ്ങളുടെ രണ്ടാളുടെയും ഇഷ്ടത്തിൽ അങ്ങ് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇത് ഇരീച്ചാൽ കാപ്പ്, ഷംസുദ്ദീൻ കുട്ടോത്തിന്റെ, അതായത് DC ബുക്സിന്റെ 2024 നോവൽ പുരസ്കാരം നേടിയിട്ടുള്ള പുസ്തകമാണ്. പിന്നെ രണ്ടാളുടെ ഇഷ്ടത്തിലുള്ളത് തന്നെയാണ്. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കഥകളുടെ ഒരു സമാഹാരമാണ് ദേശീയ മൃഗം എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം. പിന്നെ വരുന്നത് PV ഷാജികുമാറിന്റെ ആദ്യ നോവൽ മരണവംശം. കുറെ റിവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഇത് വാങ്ങണം എന്ന് വിചാരിച്ചു, വായിക്കണം എന്ന് വിചാരിച്ചു, ഇപ്പോഴാണ് സമയത്തത്. ഇത് പിന്നെ എൻ്റെ ഒരു ഇതിൽ റീൽസിൽ കുറേ കണ്ടു ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഈ പുസ്തകത്തെ കുറിച്ച് കുറേ ആൾക്കാർ സംസാരിക്കുന്നത്. ദ സൈക്കോളജി ഓഫ് മണി, അങ്ങനെ വാങ്ങിയ പുസ്തകമാണ്. ഈ കൂട്ടത്തിൽ നമുക്ക് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു പുസ്തകമാണ് P ജിംഷാന്റെ ലൈല കുൽസു. ആബിയുടെ ക്ലാസ്മേറ്റ് ആണ്, ഞങ്ങളുടെ ക്ലോസ് സർക്കിളിൽ പെടുന്ന ഒരാളാണ്. അപ്പൊ ജിംഷാക്കാരെ പുതിയൊരു പുസ്തകമാണ് ലൈല കുൽസു. ലാസ്റ്റ് വരുന്നത് S ഹരീഷിന്റെ മീശയ്ക്കും ആഗസ്റ്റ് 17 ശേഷം അദ്ദേഹം എഴുതിയിട്ടുള്ള പട്ടുനൂൽപ്പുഴു എന്ന് പറയുന്ന നോവലാണ്. അപ്പൊ ഇത്രയാണ് ഞങ്ങൾ ഇപ്പോൾ വാങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പുസ്തകങ്ങൾ കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്യണേ.